കോൺഗ്രസ് എന്നതാണ് കണക്ക്. 45-20-1 66 സീറ്റുകളിലെ ലീഡ് നില ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ 4 സീറ്റുകളിലെ പല സൂചനകൾ കൂടി പുറത്തു വരണം. പക്ഷേ BJP ഒരു കംഫർട്ടബിൾ മാർജിനിലേക്ക് ഡൽഹിയിലേക്ക് പോവുകയാണ്. 45 സീറ്റുകളിൽ ഈ വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ 1.5 മണിക്കൂർ കഴിയുമ്പോൾ BJPക്ക് ലീഡുണ്ട്. 20 സീറ്റിൽ മാത്രം ഒതുങ്ങുന്നു ആം ആദ്മി പാർട്ടി. കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നവരുടെ സംസ്ഥാന അധ്യക്ഷൻ PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ലീഡ് ചെയ്യുകയാണ്. മഞ്ജുഷി, ദേവേന്ദ്ര യാദവ് മുൻ MLA ആണ് ആ മണ്ഡലത്തിലെ ബാദ്ലിയിലെ. 2 തവണ അദ്ദേഹം അവിടെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2015-20 ആം ആദ്മി പാർട്ടി തരംഗത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ വീണ്ടും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ വരുന്നു. ദേവേന്ദ്ര യാദവ് ഏതായാലും ആ മണ്ഡലത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസിന് വോട്ടുകൾ കിട്ടുന്നുണ്ട് ഡൽഹിയിൽ എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു ട്രെൻഡ്. അതാണല്ലോ ദേവേന്ദ്ര യാദവിനെ പോലുള്ള നേതാക്കൾക്ക് 2015-ലും 2020-ലും ഒരു സീറ്റിലും ജയിക്കാനുള്ള. ദേവേന്ദ്ര യാദവ് മൂന്നാം സ്ഥാനത്തായിരുന്നു. പല മണ്ഡലങ്ങളിലും ഇത്തവണയും 3-ാം സ്ഥാനത്താണ്. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തെ തടയുന്ന ഒരു ഘടകമായി കോൺഗ്രസ് മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് പക്ഷേ എന്നാൽ കോൺഗ്രസിന് അവിടെ മത്സരിക്കാതിരിക്കാനും പറ്റില്ല. കാരണം കോൺഗ്രസിന്റെ കൂടി നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഡൽഹിയിൽ. അവിടെ BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി മത്സരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി കൈകോർക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് തന്നെ അത് ദോഷമാകുമായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ മത്സരിച്ചത്. പക്ഷേ കോൺഗ്രസ് ചതിയന്മാരാണ് എന്ന് ആം ആദ്മി പാർട്ടി പറയുകയുണ്ടായി. പക്ഷേ അവസാനം ഫലം വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഡൽഹി പോലെയുള്ള പ്രദേശങ്ങളിൽ, ന്യൂനപക്ഷ മേഖലകളിൽ അതൊരു സ്വാധീനമായി വന്നിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഈ ട്രെൻഡുകൾ നോക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴും 44 സീറ്റുകളിൽ ലീഡ് നിലനിർത്തുവാൻ BJP കഴിയുന്നു. 21 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടികളെ ഇരട്ടി സീറ്റുകളിൽ BJP ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. BJP 44, ആം ആദ്മി പാർട്ടി 21, കോൺഗ്രസ് 1. അങ്ങനെ 66 സീറ്റുകളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 21, BJP 44, കോൺഗ്രസ് 1. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ. ഇപ്പോഴും കാൽക്കാജിയിൽ മുഖ്യമന്ത്രി അതിഷി പുറകിലാണ്. മനീഷ് സിസോദിയ ജംഗ്പുരയിൽ പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാളിന് ഒരു ഘട്ടത്തിൽ പോലും ലീഡിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ മുന്നിട്ട് നിൽക്കുന്നു. അതാണ് സാഹചര്യം. അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഏതായാലും ഡൽഹിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. പ്രത്യേകിച്ച് മധ്യവർഗ വോട്ടുകൾ ഒന്നടങ്കം BJPയിലേക്ക് പോയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. മാത്രവുമല്ല താഴെ തട്ടിലുള്ള വോട്ടുകൾ എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കാണ്. അതിലും ഒരു വിള്ളൽ വീഴ്ത്താൻ BJPക്ക് സാധിച്ചു എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ BJP 27 വർഷത്തിന് ശേഷം അധികാരത്തോട് ഡൽഹിയിൽ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ ട്രെൻഡുകൾ അനുസരിച്ച് ആദ്യ 1.5 മണിക്കൂറിലെ കണക്കുകൾ വെച്ച് BJP 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ ഭരണത്തോട് അടുക്കുകയാണ്. ഈ നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ അവിടെ BJP